തിരുവനന്തപുരം പേട്ടയിൽ നിന്നോ അതുപോലെ തന്നെ കിംസ് ഹോസ്പിറ്റലിൽ നിന്നോ അവിടെ നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷൻ ആനയറയിലാണ്. നമുക്കിതാ ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് 3 സെൻറ്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോഴത്തേക്കും കുറേയധികം ആക്സസ് ഉണ്ട്. പേട്ട ആനയറ റോഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആനയറ ഗാർഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റോഡ് വഴി പ്രോപ്പർട്ടിയിലേക്ക് വരാം. ഇത് വരുന്നത് ഏകദേശം 6.5 മീറ്റർ വിട്ടുള്ള റോഡാണ്. അതുപോലെ ഈ റോഡ് ഇങ്ങോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്ററിൽ നമുക്ക് പൂന്തി റോഡിൽ ചെന്ന് കയറാൻ സാധിക്കും. കുമാരപുരത്ത് നിന്ന് കിംസ് പോകുന്ന അവിടെ ആ ഒരു ഗ്യാസ് ഏജൻസിയുടെ അടുത്ത് നിന്ന് കയറാൻ സാധിക്കും. പക്ഷേ ഈ റോഡിൽ നിലവിൽ ഇപ്പോൾ ഒരു ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് ഉടനെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ പൂർത്തിയായി നമുക്കിവിടെ നിന്ന് 1/2 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ പൂന്തി റോഡ് ചെന്ന് കയറാൻ സാധിക്കും. ഇപ്പം നമുക്ക് ആ റോഡ് വഴി തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ പൂന്തി റോഡ് വഴി വരുവാണെന്നുണ്ടെങ്കിൽ ആ പാലം കയറി ഇടത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റോഡാണ്. നേരെ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ബീക്കോണിൻ്റെ സ്കൈ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ട്. അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇടത്തോട്ട് കാണുന്ന വഴി അങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ റോഡിൽ വന്ന് കയറാം. നമുക്കങ്ങനെ ഒത്തിരിയധികം ആക്സസ് ഈ പ്രോപ്പർട്ടിയിലേക്കുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ നേരത്തെ പ്ലോട്ടുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് തന്നെ സെയിലായി. അങ്ങനെ ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ലൊക്കേഷനുമാണ്. നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ അതായത് ബാക്കിയുള്ള ഭാഗം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 3 പ്ലോട്ട് സെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ 2 എണ്ണത്തിൽ വീടായി, ഇതിൽ ആൾക്കാർ താമസമായി. അടുത്ത വീട് ഏകദേശം ഒരു 90% പണി പൂർത്തിയായിട്ടുണ്ട്. അതിപ്പം പൂർത്തിയായി, അതിന് ഉടനെ ആൾ താമസമാവും. ബാക്കി ഇനി ഇതിനകത്തുള്ളതിൽ നമുക്ക് 3 സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ്. അകത്തേക്കുള്ള ഇൻറ്റേർണൽ റോഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻവശത്തെ റോഡ് ഏകദേശം 6 മീറ്റർ വിട്ടാണ്. പിൻവശത്തേക്ക് അകത്തേക്കുള്ള ഇൻറ്റേർണൽ റോഡ്സൊക്കെ വരുമ്പോഴത്തേക്കും 4 മീറ്റർ വിട്ടിലാണ് റോഡ് ഫോം ചെയ്തിട്ടുള്ളത്. നല്ല നീറ്റായിട്ടുള്ള ഭൂമി. ഇതിൻ്റെ പിൻവശത്ത് നമുക്ക് ആമയഴിഞ്ഞാൻ തോട് പോകുന്നുണ്ട്. അതിൻ്റെ സൈഡിലൂടെ ഉടനെ തന്നെ ഒരു ബണ്ട് റോഡിൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പിൻവശത്തും 6 മീറ്റർ വിട്ടുള്ള ഒരു ബണ്ട് റോഡും കൂടെ വരുന്നുണ്ടാവും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും 2 സൈഡിലും റോഡാവും. പക്ഷേ നമുക്ക് പിൻവശത്തേക്ക് അവിടെ നിന്ന് ആക്സസ് നമ്മൾ കൊടുത്തിട്ടില്ല. ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കണക്കാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് ബണ്ട് റോഡിലേക്കും നമുക്ക് ആക്സസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് ആക്സസിബിലിറ്റി വരുന്നത്. നല്ലൊരു ലൊക്കേഷനാണ്. ഇപ്പോൾ കിംസ് ഹോസ്പിറ്റലിൽ അവിടെ നിന്നൊക്കെ ഈസിലി വന്നെത്താം. നമുക്കതുപോലെ തന്നെ പൂന്തി റോഡ് കയറി അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആ സൈഡിലേക്ക് ഈസിലി പോവാം. അതുപോലെ കോസ്മോ ഹോസ്പിറ്റൽ, GG ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലേക്കൊക്കെ ഈസി ആക്സസ് ആണ്. ഇപ്പോൾ പല വീഡിയോസിലും നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് ഈസി ആക്സസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ആൾക്കാർ ചോദിക്കുന്നത് എന്തെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്ന് പോകാനാണ്. അതൊരു കാര്യമുണ്ട്. അതുപോലെ ഈ ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് വർക്കിന് പോകാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ ബേസ് ചെയ്തൊക്കെ സ്ഥലം പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ബൈപ്പാസ് പിടിക്കാം. ഇവിടെ നിന്ന് വെൺപാലവട്ടം ജംഗ്ഷൻ വളരെ അടുത്താണ്. അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ബൈപ്പാസിൽ കയറാൻ സാധിക്കും. ആ രീതിയിലാണ് ആക്സസിബിലിറ്റി വരുന്നത്. നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള പ്ലോട്ടുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമുക്കിതിനകത്ത് മുറിച്ച് വേണമെങ്കിൽ 3 സെൻറ്റ് മുതൽ മേളിലേക്ക് എത്ര വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. ടോട്ടലായിട്ട് ഏകദേശം 1.5 ഏക്കർ വരുന്നൊരു ലൊക്കേഷനാണ്. അതിനകത്താണ് നമുക്ക് ഈ പ്ലോട്ടുകൾ ഡിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അകത്തേക്കുള്ള റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നീറ്റാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ തരുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു മണ്ണെല്ലാം നിരത്തുന്ന ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത ടാറിങ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ള പ്ലോട്ടുകളാവും. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമുക്കിതിന് റേറ്റ് വരുന്നത് 13 ലക്ഷം രൂപ തൊട്ട് 15 ലക്ഷം രൂപ വരേക്കുള്ള പ്ലോട്ടുകൾ ഇതിനകത്ത് ലഭ്യമാണ്. ഏറ്റവും പിൻവശത്തേക്കൊക്കെ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പെർ സെൻറ്റ് ഒരു 13 ലക്ഷം രൂപയ്ക്ക് വാങ്ങാം. ഈ മുൻവശത്തേക്കൊക്കെ വരുമ്പോൾ പെർ സെൻറ്റ് 15 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്.